സമയം കളയണ്ട, ഇതെടുത്ത് അരവിന്ദന് കൊടുക്ക്. വല്ലാത്ത ക്ഷീണം ഉണ്ടാവും. അതെ, എന്റെ പൊന്നുമോള് ഇവന് വേണ്ടിട്ട് എല്ലാം വെച്ചുണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ, മോള് തന്നെ ഇവന് കൊടുക്കണം. അവന് ക്ഷീണവും മാറും, മനസ്സും നിറയും. അത് ആന്റി, അതിപ്പോ ഞാനും അശ്വതി നിൽക്കുന്നുണ്ട്. പൊന്നിന് നാണം തോന്നുന്നുണ്ടാവും അല്ലേ? ഞങ്ങൾ എന്തായാലും സ്വർഗത്തിലെ കട്ടുറുമ്പുകളാവുന്നില്ല. പാടി മോളെ. അയ്യോ, അതൊന്നും വേണ്ട ആന്റി, ഞാൻ കൊടുക്കാം. മോള് കൊടുത്തോ. നമുക്ക് കാണാൻ നോക്കിട്ട് പോ. അയ്യോ, ഹെഡ് ഓഫീസിൽ നിന്നുള്ള കോളാണല്ലോ. ഈ ടൈമിൽ എന്താണാവോ? ഞാനത് അറ്റൻഡ് ചെയ്തോട്ടെ. ആന്റി, അല്ല ഇത് ഞാനിപ്പോ മമ്മി, എന്റെ മിസ്ഡ് കോള് കണ്ട് റൈറ്റ് ടൈമിൽ തന്നെ മമ്മി തിരിച്ചു വിളിച്ചു. ഇല്ലെങ്കിലേ അവന്റെ അണ്ണാക്കല് ഭക്ഷണം മുഴുവൻ കോരി കൊടുക്കേണ്ട അവസ്ഥ വന്നേനെ. ഞാൻ നിന്റെ കോള് വരുന്നോ നോക്കിയിരിക്കായിരുന്നു. താങ്ക്സ് മമ്മി. ഞാനൊരു ഹാഫ് ആൻ അവറിൽ തിരിച്ചെത്തും. ഓക്കെ മോളെ. വന്നല്ലേ നമ്മളെ. ആന്റി സോറി, ഹെഡ് ഓഫീസിൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെല്ലണം. ഒരു മെയിൽ അയക്കാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ കട്ടുറുമ്പായത് അമ്മ അശ്വതിയൊന്നും അല്ല, ആ ഹെഡ് ഓഫീസറാ. മേഡം ഇപ്പൊ എന്റെ കൂടെ ഇരുന്നപ്പോ എന്റെ കൈയുടെയും കാലിന്റെ വേദനയൊക്കെ മാറിയതാ. മേഡം പോവാന്നറിഞ്ഞപ്പോ വേദന കൂടി. ഒരു മണിക്കൂറുടെ മേഡം ഇവിടെ ഇരുന്നെങ്കിൽ ഞാൻ ഇതിൽ നിന്നെല്ലാം റിക്കവർ ആയേനെ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ അരവിന്ദേ. ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോനെ, അത് ശരിയാ മക്കളെ, പോയിട്ട് വരട്ടെ. അരവിന്ദന്റെ വീഴ്ചയ്ക്ക് കാരണക്കാരായ പലരും സ്നേഹം നടിച്ച മുന്നിൽ വന്നിട്ടുണ്ടാവും. അതൊന്നും ആരും കാര്യാക്കണ്ട. ഇല്ല മോളെ, എവന്റെ അച്ഛനെ കഞ്ഞിയും കൊണ്ട് വന്നിരുന്നു എവന്റെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ. ഞാൻ ഓട്ടി ഇറക്കി വിട്ടു. ആ പോക്ക മോൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടത്. നമ്മളെ തോൽപ്പിക്കാൻ ആരെയും അനുവദിച്ചുകൂടെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാ. എന്ന് ശരി ആന്റി. അരവിന്ദേ, ഭക്ഷണം മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കണേ. ആരോഗ്യമാണ് വേറെ എന്തിനേക്കാളും വലിയ സമ്പാദ്യം. മേഡം പറഞ്ഞാ ഞാൻ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. അപ്പൊ ഓക്കെ, ഞാൻ ഇറങ്ങാം. ഓക്കെ മേഡം, പോയിട്ട് വരാം. ശരി മോളെ. പോയിട്ടോ ശ്രേയ. നല്ല മണം ഒക്കെ വരുന്നുണ്ട്. പിടിക്ക്. നല്ല മണാണല്ലോടാ. തുറക്ക്. ഓ, മാങ്ങാക്കറി. എന്തൊക്കെ സാധനങ്ങളാടാ ഈ കൊണ്ടുവന്നിരിക്കുന്നേ. ഓ, അശ്വതി പറഞ്ഞ പോലെ നിന്റെ ഭാഗ്യാടാ അവള്.